Make a wish, make a wish. Happy birthday to you. Happy birthday to you. Happy birthday to dear Ethan. Happy birthday to you. അപ്പോൾ ഇന്ന് April 8 എൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിച്ചു. ഈ വീഡിയോ എവിടെയും പോസ്റ്റ് ചെയ്തതെന്നൊക്കെ ഏട്ടൻ പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം ഏട്ടൻ ഓഫായതുകൊണ്ട് ഫുൾ കറക്കാണേ. ഫസ്റ്റ് തന്നെ സിനിമ കാണാനാണ് പോയത്, വാഴ 2 കാണാൻ വേണ്ടിയിട്ട്. ആസ് യൂഷ്വൽ എപ്പോഴും 12:55 ഷോയ്ക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 12:45 ആയി. പക്ഷെ എന്നാലും സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളവിടെ എത്തി. എന്താ പറയുക, ഭയങ്കര അടിപൊളി സിനിമ എന്ന് തന്നെ പറയാം. മസ്റ്റ് വാച്ച് മൂവിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റി. കുറേ ചിരിച്ചു, അതുപോലെ തന്നെ ഞാൻ കുറേ കരയുകയും ചെയ്തു കേട്ടോ. പട്ടി മോങ്ങുന്ന പോലെയൊക്കെ ഇരുന്ന് ഞാൻ കുറേ കരയുകയൊക്കെ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്ന് തന്നെ ഞാൻ പറയാം. അത്ര അടിപൊളി സിനിമയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഏട്ടന് കുറച്ച് ഷർട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ പോയത്. കണ്ടോ ഡാൻസൊക്കെ ചെയ്യുന്നത്, ട്രയൽ റൂമിൽ കിടന്ന് ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അവിടെ കുറച്ച് ഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ 12:55 ഷോ ആയതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കഴിക്കാൻ പറ്റിയില്ല, മൊത്തത്തിൽ തിരക്കായിരുന്നു. അതുകൊണ്ട് ഷോ കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയി. ബർത്ത്ഡേ ബോയ്ക്ക് ബിരിയാണി കഴിക്കാനാണ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയി. എയർപോർട്ട് റോഡിലുള്ള, ബാംഗ്ലൂർ എയർപോർട്ട് റോഡിലുള്ള ഷോപ്പിലാട്ടോ, ഹോട്ടലിലാണ് ഞങ്ങൾ കഴിക്കാൻ പോയത്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഈ ഗോലി സോഡ നമ്മുടെ പണ്ടത്തെ ഒരു വികാരമാണല്ലേ. ഇവിടെ എല്ലാ ഹോട്ടലിലും ഇപ്പോൾ വിറകൊക്കെ തന്നെ കേട്ടോ, ഗ്യാസ് കിട്ടാനേ ഇല്ല. ഭയങ്കര പാടാണ്. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരു വലിയ സർപ്രൈസ് ഉണ്ടായിരുന്നു ഏട്ടന്. ഏട്ടൻ്റെ ബോസ് ഏട്ടന് വേണ്ടിയിട്ട് ബർത്ത്ഡേയുടെ ഫ്ലവറൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഡിയർ അരുൺഷ്ക ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട്. ആൾ റഷ്യൻ എന്നാണ് കേട്ടോ. മൊത്തത്തിൽ ഈ ഡേ ഭയങ്കര അടിപൊളിയായിരുന്നു.